ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ അതിൽ കാൽനട യാത്രയിലാണ് കേട്ടോ. യാത്ര പോവാണ്. ഹോസ്പിറ്റലിൽ പോകണം, തൈറോയ്ഡ് നോക്കണം, പ്രഷർ നോക്കണം, ഷുഗർ നോക്കണം. പ്രഷറും ഷുഗറൊന്നും ഇല്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കും. തൈറോയ്ഡ് ചെറുതായിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അതും 3-4 മാസം കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. കുറച്ച് ദൂരം അവിടെ നടന്നാലാട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുള്ളൂ. ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തത്തിലാണ്. പിന്നെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമ്മളെ കണക്കൂട്ടലൊക്കെ തെറ്റും. ആശുപത്രി കേസ് വന്നാലേ വെറുതെ നമുക്കൊന്നൊരു പനിക്കണ് എന്ന് തോന്നി കഴിഞ്ഞിട്ട്, പനിക്കുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കുറേ ടെസ്റ്റുകളും ടെസ്റ്റൊക്കെ തരും. അതിപ്പോൾ ഏജ് കൂടിയവരായാലും കുട്ടികളായാലും ആര് പനിയായിട്ട് ചെന്നാലും ഇപ്പോൾ മൊത്തം ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് അതുകൊണ്ട് എന്തായാലും 22,000 രൂപ ചിലവാകും. അപ്പോൾ നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് വെച്ച കാശെടുത്തിട്ട് അങ്ങോട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ കണക്കൂട്ടൽ തെറ്റും. എന്ന് കരുതിയിട്ടിപ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. അസുഖം വന്നാൽ തനിയെ മാറട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങൾ കണ്ടാൽ പോലും കാണിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളായി ആണ്. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ അസുഖങ്ങളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോകലൊന്നുമില്ല. കഴിയുന്നത് ഹോസ്പിറ്റൽ കേസ് ഒഴിവാക്കുക. എന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞ പോലെ തനിയെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഏജായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഓരോ അസുഖങ്ങളൊക്കെ വരുമല്ലോ. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, അതുപോലെ തൈറോയ്ഡ്. പിന്നെ എനിക്ക് അത്ര അറിയുള്ളൂ, അല്ലാതെ വേറുള്ളവരൊക്കെ പല അസുഖങ്ങളെക്കുറിച്ചും പറയണൊക്കെ. ഒരു 40 വയസ്സൊക്കെ ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കണ്ട് പലരും പല അസുഖങ്ങളെ വരും പറയണൊക്കെ. എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല. ഇനി ഉണ്ടോയെന്ന് നോക്കിയിട്ടുമില്ല. പ്രഷറും ഷുഗറൊന്നും ഇതുവരെ ഇല്ല. എന്നാലും പ്രഷർ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇത്ര ഏജായ സ്ഥിതിക്ക് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പ്രഷർ ഉണ്ടോയെന്ന്. അങ്ങനെ കൂടുതൽ നടക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എവിടേക്കും നടന്നു പോകുന്നത് കൊണ്ടൊന്നും പ്രഷർ ഉണ്ടാവില്ല എന്നെല്ലാവരും പറയും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പ്രഷർ ഉണ്ടാവാറില്ല. അത് കാരണം പിന്നെ അങ്ങനെയൊന്നും പോവില്ല. കുറേ നാൾ കൂടുമ്പോൾ ഒന്ന് പോയി നോക്കുന്നു മാത്രം. അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്താറായി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.